ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ ശാരികയെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ 2-3 ഷോർട്സും കാര്യങ്ങളും എല്ലാം ഇവരുടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു ഇവർക്ക് എന്ത് വോയിസ് ആണ് അതിനകത്ത് പറയാനുള്ളത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഇവർ പറഞ്ഞ ഒരു ഷോർട്സ് നമുക്ക് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു യൂട്യൂബ് ചാനലും കുറച്ച് വാചകസൃത്തും കയ്യിലുണ്ടെങ്കിൽ ആരെയും എന്തും പറയാം, വിമർശനത്തിന്റെ പേരും പറഞ്ഞ് എത്ര വ്യക്തിഹത്യ വേണമെങ്കിലും ചെയ്യാം എന്നൊരു തോന്നല്, ഒരു അഹങ്കാരം ചില യൂട്യൂബ് ബ്ലോഗേഴ്സിനുണ്ട്. എന്തായാലും അതിന് അധികകാലം ആയുസുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തു തന്നെ ആയാലും അതിനൊരു നിയമ നടപടി ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് യൂട്യൂബ് ചാനലും വാചക കസർത്തും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നുള്ള തോന്നൽ ഞങ്ങൾക്കില്ല. പക്ഷേ കുറെ ഇന്റർവ്യൂസും കുറെ ആങ്കർമാരും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും പറയാം എന്നുള്ള തോന്നൽ കുറച്ച് ആൾക്കാർക്കുണ്ട്. അതിലൊരാളാണ് ഈ ശാരിക എന്ന് പറയുന്ന വ്യക്തി. അല്ലേ ശാരികേ? അതെ, അഹങ്കാരം ഇല്ലാത്ത ഒരു വ്യക്തിയാണല്ലേ. നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ മുഖത്ത് കാണുന്നതേ ഇല്ല കേട്ടോ, ഒട്ടും കാണുന്നില്ലേ. യൂട്യൂബ് ചാനലിൽ വാചക കസർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും തുറന്നു പറയാം എന്ന തോന്നലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ഇട്ടേക്കുന്ന ഷോർട്സ് എന്തിനകത്തിലാ? യൂട്യൂബിനകത്തില്. മറ്റൊരാളിന്റെ ചാനലിൽ വന്നിട്ടല്ലല്ലോ നിങ്ങൾ ഇട്ടേക്കുന്നത്, നിങ്ങളുടെ സ്വന്തം ചാനലിലാണ് നിങ്ങൾ ഷോർട്സ് ഇട്ടേക്കുന്നത്. അപ്പം എന്തും പറയാം എന്നുള്ള തോന്നൽ ശാരികയ്ക്ക് ഉണ്ടായിട്ടല്ലേ ശാരികയ്ക്ക് ആ തോന്നലുണ്ടായത്? ഒരു യൂട്യൂബിൽ വന്നിട്ട് എന്തും പറയാം എന്നുള്ള തോന്നല് ശാരികയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് ശാരിക ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ആ തോന്നൽ ശാരികയ്ക്കുള്ളത് കൊണ്ടാണ് എല്ലാവരെയും ആ ഒരു കണ്ണി ശാരിക കാണുന്നത് കേട്ടോ. നിങ്ങളുടെ അഹങ്കാരം കുറച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ യൂട്യൂബിൽ കുറേ ആൾക്കാരുണ്ടെന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ യൂട്യൂബിലാണല്ലോ ഇട്ടത്. നിങ്ങൾ ഇടുന്ന ഓരോ ഇന്റർവ്യൂ നിങ്ങൾ യൂട്യൂബിലല്ലേ ഇടുന്നത്, അല്ലേ? അപ്പൊ പിന്നെ എന്ത് വോയിസാ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ രേണുസുതി ഇപ്പൊ മറുപടി തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് പേടിച്ചിട്ട് തുടരെ അവർക്കെതിരെ അവരുടെ വിരോധികൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും രേണുസുതി അനുസ്യൂതം അവരുടെ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം അവരുടെ വിരോധികൾ അനുസ്യൂതം വീഡിയോ ഇടുകയും ചെയ്യുന്നു. രേണുസുതി ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണെന്ന് സത്യമാണ്. നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ട കാര്യമാണ് രേണുസുതി ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നത്. നിങ്ങളോട് തന്നെ പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുക. എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിന്റെ തോന്നലല്ല. ഈ അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കളന്ന് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ. ഓക്കെ, വെബ് സീരീസിനകത്ത് സൂചിച്ചാണ്ടോടെ 4 എപ്പിസോഡ് പറഞ്ഞിരുന്നു. 4 എപ്പിസോഡ് അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ. അഭിനയിച്ച രേണുസുതി അല്ല ഇന്ന് അഭിനയിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രേണുസുതി ഇപ്പം മറുപടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റീസണും ഉണ്ട്. കാര്യം രേണുസുതി അങ്ങ് മുകളിൽ കയറിയിരുന്ന ഒരു വ്യക്തിയാണ്, അവിടുന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രേണുസുതി ഇപ്പം. അതുകൊണ്ട് വീണ്ടും ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പലതും കാണിച്ചു കൂട്ടുന്നുണ്ട് രേണുസുതി. മനസ്സിലായോ? രേണുസുതി ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്ന, അല്ല റീച്ചിന് വേണ്ടി അവർ കണ്ടന്റ് ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കുക രേണുസുതി. അല്ലാതെ അവരുടെ ഫീൽഡ് അനുസരിച്ച് അവർ ചെയ്തു പോന്ന്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു പോന്നെന്ന് പറയാൻ അവരുടെ കണ്ടന്റ് ഇല്ലാണ്ടാകുമ്പോൾ ആൾക്കാരിൽ നിന്ന് കണ്ടന്റ് പോകുമ്പോൾ വീണ്ടും ആൾക്കാരിലേക്ക് കണ്ടന്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ ഉരുളക്കുപ്പേരി പോലെ മറുപടിയും കൊടുത്തിട്ട് അവരുടെ ജോലി ചെയ്തു പോവല്ല. അവര് വലിയ ലെവലിൽ ഇരുന്നിട്ട് അവിടുന്ന് താഴോട്ട് വന്നപ്പോൾ വീണ്ടും മുകളിലേക്ക് കയറാൻ പല ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുക രേണുസുതി. നിങ്ങൾ രേണുസുതിയെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് നിങ്ങൾ ആ ഇന്റർവ്യൂവിനകത്ത് വന്ന് എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ? അത് നിങ്ങൾ ചിലപ്പോൾ അവരുടെ അനുവാദത്തോടു കൂടിയായിരിക്കും. ക്യാഷ് മേടിച്ചുകൊണ്ടാണ്, നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. രേണുസുതിയുടെ അനുവാദത്തോടു കൂടി ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ അനുവാദം മേടിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തത്. പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്കറിയത്തില്ലല്ലോ അവർ അനുവാദം മേടിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന്. ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ അവർ അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത്, ആ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ കാണുന്ന സമയത്ത് ഏറ്റവും പുഴുത്ത അഹങ്കാരമാണ് നിങ്ങൾക്ക്.
ആ രീതിയിലേ ഞങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ എന്തോരം കമന്റുകളാണ് വന്നത്. ഇങ്ങനൊരു സ്ത്രീയെ സഹിക്കേണ്ടി വന്നത് രേണുവിന്റെ ഇതാണെന്നും പറഞ്ഞിട്ട്. രേണുവിന് ഇത്രയും ക്ഷമ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ കമന്റ്. നമുക്ക് കമന്റ് ഒക്കെ ലാസ്റ്റ് വായിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ഓഡിയോടെ നമുക്ക് കേൾക്കാവേ. ഈ രേണുസുതി വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ അവര് ചെയ്തത്? നിന്റെയൊക്കെ വീട്ടിൽ കയറി കളിച്ചോ? നിന്റെയൊക്കെ അമ്മയോ അതുപോലെ തന്നെ ഈ ശാരിക പറഞ്ഞൊരു കാര്യോടെ ഞാൻ പറയാവേ. രേണുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ത് തെറ്റാണ് രേണു ചെയ്യുന്നതെന്ന്. ശരിയാ, ഈ രേണുവിനെ വളഞ്ഞിട്ട് നിങ്ങൾ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് നിങ്ങളല്ലേ. ഈ ആൾക്കാർ ഇത്രയും പേര് കാണുന്നവര്, കോടാനുകോടി ആൾക്കാർ കാണുന്നത് ഇന്റർവ്യൂ. ആ ആൾക്കാരിലേക്ക് ഒരു കണ്ടന്റ് മാത്രമാക്കി, അല്ലെങ്കിൽ ഈ കോടാനുകോടി ആൾക്കാർ കാണുന്ന ഈ ഒരു ഇന്റർവ്യൂവിൽ അവിടെ ഇരുന്ന് വെറും ഇല്ലാണ്ടാവുന്നത് ആ രേണുസുതി തന്നെയാണ്, അല്ലാതെ ശാരികയല്ല. ശാരികയുടെ ധാരണ വന്നിരുന്ന് രണ്ട് ചാട്ടം ചാടി സംസാരിക്കുമ്പോഴത്തേക്കിനും ശാരികയ്ക്ക് അങ്ങ് ഫാൻസ് കൂടുവാണെന്നാ. ആ ഒരു ഇന്റർവ്യൂവില് ശാരികയുടെ കഴിവ് കൊണ്ടല്ല അത്രയും റീച്ച് കയറിയത്. ആ രേണുസുതിയെ ശാരികയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവിടെ രേണുസുതിയെ ഇഷ്ടപ്പെട്ടത് ആൾക്കാര്, അല്ലാതെ ശാരികയോടുള്ള ഇഷ്ടം കൊണ്ടിട്ടല്ല. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അമ്മുമ്മേ. അതുൽ വ്ലോഗ്സ് അവൻ എന്താ മാന്യമായിട്ടാണോ? അവൻ ഒരാളെ കുറിച്ച് മാന്യമായിട്ടല്ല സംസാരിക്കുന്നത്. അവൻ വളരെ മ്ലേച്ഛകരമായിട്ട് മലയാള ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. തെറിയൊന്നും അവൻ ഉപയോഗിക്കാറില്ല, പക്ഷെ അതിന്റെ ഏറ്റവും തറ വേർഷനാണ് അവൻ. അവന്റെ തന്നെ അതുൽ വ്ലോഗർ ഒരാളെ പറ്റിയും നല്ലത് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ആരെ പറ്റിയാ നല്ലത് സംസാരിക്കുന്നേ? നിങ്ങൾ രേണുസുതിയുടെ പോട്ടെ, ബാക്കി ഓരോ ഇന്റർവ്യൂവിലും പല വ്യക്തികളെ നിങ്ങൾ ഇന്റർവ്യൂ കൊണ്ടുവരുന്നുണ്ട്. ആരോടാ നിങ്ങൾ നല്ലതുപോലെ സംസാരിച്ചിട്ടുള്ളേ? ആ നല്ലതുപോലെ സംസാരിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ കാണിക്കാവോ? അപ്പൊ പിന്നെ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ശാരിക മാഡം. ഈ പറയുന്ന പോലെ ആരുടെയും ഫാമിലി കയറി അവരുടെ ലൈഫ് തകർക്കാൻ ചെന്നിട്ടില്ല. ആരുടെയും വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി തെണ്ടി ചെല്ലാറില്ല. അവർ അന്തസ്സായിട്ട് അവർക്ക് അറിയാവുന്ന ഒരു പണി ചെയ്ത് ജീവിക്കുന്നു. നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ കാണണ്ടേ? അതുപോലെ തന്നെ രേണുസുതി ആരുടെയും വീട്ടിൽ പോയി ക്യാഷിന് വേണ്ടിയിട്ട് പോയി തെണ്ടിയിട്ടില്ലെന്ന്. പിന്നെ ആരാ തെണ്ടിയത്? നിങ്ങളാണ് ഓരോ ആൾക്കാരുടെയും വീട്ടിൽ നടക്കുന്ന ഓരോ വ്യക്തികളെയും വിളിച്ച് ഇന്റർവ്യൂവിനകത്ത് ഇരുത്തുക, ഓരോ സെലിബ്രിറ്റീസിനെ വിളിച്ച് ഇന്റർവ്യൂവിനകത്ത് ഇരിക്കുക, അവരുടെ കഥകള് ഞൂഴ്ന്നെടുക്കുക, അറിയുക, അവരെ വിരട്ടുക, അവരോട് മോശമായിട്ട് പെരുമാറുക, ഇത്രയൊക്കെ ചെയ്തിട്ട് അവരുടെ കഥകള് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇത് നിങ്ങളാ. രേണുസുതി ആരുടെയും വീട്ടിൽ പൈസയ്ക്ക് പോയിട്ടില്ല, ശരിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. ആരുടെയും വീട്ടിൽ അവർ പൈസയ്ക്ക് പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓരോ വീട്ടുകാരെയും കഥ എടുത്തിട്ടല്ലേ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ ഇന്റർവ്യൂ നടത്തുന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ കാര്യങ്ങൾ അവർ അനുവാദത്തോടു കൂടി ആയിരിക്കാം, പക്ഷെ അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് നിങ്ങൾ എടുത്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ശാരികയ്ക്ക് എന്ത് വോയിസ് അതിനകത്ത് പറയാനുള്ളത്? അതുകൂടെ ശാരിക ഒന്ന് പറഞ്ഞേ. നിങ്ങൾ വന്നിരുന്ന് ഞൂടിനിരുന്ന് വലിയ ഡയലോഗുകൾ അങ്ങോട്ട് അടിക്കുന്നുണ്ടല്ലോ. എന്തുണ്ടായിട്ട് നിങ്ങളുടെ ഭാഗത്ത് എന്ത് ശരി ഉണ്ടായിട്ടാ നിങ്ങൾ ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യുന്നത്? നിങ്ങളുടെ വിചാരം നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണെന്ന്. പക്ഷേ അവിടെ ശരി എന്ന് വിചാരിക്കുന്ന നിങ്ങളൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടാനുകോടി ആൾക്കാരാ. അവരിലേക്ക് എത്തിയത് രേണുവിന്റെ മോശം സ്വഭാവമല്ല, നിങ്ങളുടെ മോശം സ്വഭാവമാണ് ആൾക്കാരിലേക്ക് എത്തിയത്. എത്രയോ ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. നല്ല മര്യാദയ്ക്ക് ഇരുന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരുണ്ട്. നല്ലപോലെ വാക്കുകൾ സംസാരിക്കുന്ന ഇന്റർവ്യൂർമാരുണ്ട്, ആങ്കർമാരുണ്ട്. പക്ഷെ ആ ആങ്കർമാരെ പറ്റി ഇഷ്ടം പോലെ പോസിറ്റീവ് കമന്റ്സും ഉണ്ട്. ആങ്കർമാരെ ഇഷ്ടപ്പെട്ടിട്ട് ഓരോ ഇന്റർവ്യൂ കാണുന്ന വ്യക്തികളുണ്ട്. നിങ്ങളുടെ ഇന്റർവ്യൂ ആർക്കാ ഇഷ്ടപ്പെടുന്നേ? ഒരു പോസിറ്റീവ് കമന്റ് നിങ്ങൾ കാണിച്ചു തരാമോ? ഒരു പോസിറ്റീവ് കമന്റ് നിങ്ങളുടെ ആ ഇന്റർവ്യൂവിന് താഴെയുള്ള ഇല്ല, അങ്ങനെ ഒരു കമന്റ് ഇല്ല. പിന്നെ രേണുസുതിയെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം, ശാരികയെ പറ്റിയിട്ട് വന്നിട്ടുള്ള കമന്റ്സ് എല്ലാം നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് 2-3 കമന്റ് ഞാനൊന്ന് വായിക്കാം. ആ കമന്റ് ഞാനിവിടെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അഹങ്കാരം ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാണ് എന്നാണ് തോന്നുന്നത്. രേണുസുതി എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവരാണോ? ശരിയല്ലേ? നിങ്ങളാണോ രേണുസുതി എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്? നിങ്ങൾ ആ ഷോർട്സിനകത്ത് വന്നിട്ട് പറഞ്ഞല്ലോ,
നിങ്ങളാണോ തീരുമാനിക്കുന്നതെന്ന്? അതേപോലെ ഞങ്ങളുടെ ചോദ്യമാണ്, ശാരികയാണോ തീരുമാനിക്കുന്നത്? ആണോ? അല്ലല്ലോ. പറയാതെ ഇരിക്കാൻ വയ്യ. ഇത്രയും തരം താഴ്ന്ന ആങ്കറിനെ ഇപ്പോഴാണ് കാണുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഞങ്ങളും ഒരുപാട് ഇന്റർവ്യൂസ് കാണുന്നതാ. ഇത്രയ്ക്കും തരം താഴ്ന്ന ഒരു ഇന്റർവ്യൂവറിനെ ഇപ്പോഴാണ് ഞങ്ങളും കാണുന്നത്. വിധവയായ ഒരു സ്ത്രീയെ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വെച്ച് ഇത്രയും വ്യക്തിഹത്യ ചെയ്ത അവതാരിക പരസ്യമായി മാപ്പ് പറയണം. ശരിയല്ലേ? ഓരോ കമന്റുവാ. നിങ്ങളിടയ്ക്ക് വന്ന് അതിൽ വ്ളോഗറോ വി വ്ളോഗറോ ഒക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഒറ്റക്കുഴപ്പം കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? എൻ്റെ പൊന്നു ശാരികമ്മേ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക. അല്ല, നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആരെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ? ഒരാൾക്കാർക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആൾക്കാരെ വിളിച്ചിരുത്തിട്ട് വെറും അഹങ്കാര ഭാവമാണ് നിങ്ങൾക്ക്. ഓരോ ഇന്റർവ്യൂവിന് ഓരോ സെലിബ്രിറ്റീസിനെയും വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ചോദ്യം വളരെ മോശപ്പെട്ട ചോദ്യമാണ്. സത്യം പറയാമല്ലോ, നിങ്ങൾ ഈ ഷോർട്സിനകത്ത് വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ മറ്റുള്ളവരെ ആക്കി വന്ന് പറയുന്നത്. ഈ ഷോർട്സിനകത്ത് പറഞ്ഞ ഓരോ കാര്യം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ അല്ല. പിന്നെ ഓരോ യൂട്യൂബർമാർക്കും എന്തും വന്ന് തുറന്ന് പറയാം എന്നുള്ളത് ഞങ്ങളല്ല, അത് നിങ്ങളാ. നിങ്ങൾ ഈ ഇട്ടതും യൂട്യൂബിൽ തന്നെയാണ്. അല്ല നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് വീട്ടിലെ വല്ല ഇതിനകത്തിലും അല്ല നിങ്ങൾ വന്നിട്ടിട്ടത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ നിങ്ങളുടെ ചാനലിലാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. യൂട്യൂബിലാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നിങ്ങളും യൂട്യൂബർ ആണല്ലോ. ആണേ? അപ്പം നിങ്ങളുടെ തോന്നിയവാസം മാത്രമേ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ചാനലിൽ നടക്കൂ എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ. അത് തെറ്റാ ശാരികേ. മനസ്സിലായോ? കേട്ടോ? നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾ ആദ്യമേ കുറയ്ക്കുക. നിങ്ങളുടെ അഹങ്കാരം കുറച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പറയാൻ വാ കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്ന, എല്ലാ ആൾക്കാർക്കും സംസാരിക്കാൻ അറിയാവുന്നവരാ കേട്ടോ. പക്ഷെ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിനെ പിടിച്ച് മുന്നിലിരുത്തിയിട്ട് വെറും മോശമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന രേണുസുതിയെ പോലും ആരും മുന്നിലിരുത്തിയിട്ട് മോശം സംസാരിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തെ പിടിച്ചിരുത്തിയിട്ട് ജീവിതത്തിൽ ഞൂഴ്ന്ന് കയറി ഓരോന്ന് ഒപ്പിച്ചിട്ട് അവർ അനുവാദം ചോദിച്ചെന്ന് പിന്നെ പറഞ്ഞ ശരിയായ ഒരു കാര്യമല്ലല്ലോ. പറഞ്ഞ ഞങ്ങളും രേണുസുതിയെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ട് അവരുടെ ജീവിതത്തെ പറ്റി തിരക്കിയിട്ട് അവർ എടുത്ത് മോശമായിട്ട് സംസാരിക്കും. ഇതെന്തായാലും ഉണ്ടായിട്ടില്ലല്ലോ, ഒരു യൂട്യൂബർമാരും ചെയ്യുന്നില്ല. എന്തെങ്കിലും പറയുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നെന്നുണ്ടെങ്കിൽ വീഡിയോ ആക്കി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കാശുണ്ടാക്കുന്നതോ ഈ രേണുസുതിയുടെ വീട്ടിലെ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എത്രയോ രൂപ ഉണ്ടാക്കുന്നില്ലേ? ഇപ്പം ഇടുന്ന ഓരോ ഷോർട്സിനും രേണുസുതി എന്ന് പറയുന്ന ഇടുമ്പം തന്നെ നിങ്ങൾ എത്രയോ രൂപ ഉണ്ടാക്കുന്നുണ്ട്. എന്തോരം റീച്ച് നിങ്ങൾ കയറ്റുന്നുണ്ട് ഇല്ലേ? ഈ രേണുസുതിയെ വിറ്റ് നിങ്ങൾ എന്തോരം തിന്ന്. അപ്പം പിന്നെ ബാക്കിയുള്ളൊരു വിറ്റ് തിന്നുന്ന കഥ നിങ്ങൾ പറയരുത് കേട്ടോ. ഈ രേണുസുതിയെ വെച്ച് ഇന്റർവ്യൂ നടത്തിയ വകയിൽ നിങ്ങൾക്ക് കാശ് കിട്ടിയില്ലേ? ഇല്ലേ? ഇപ്പൊ രേണുസുതിയെ വെച്ചിട്ട് രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ രേണുസുതിയുടെ പേര് നിങ്ങൾ കാശ് മേടിക്കുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേറെ ആരെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ വരരുത് കേട്ടോ. ശാരികയോട് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.